എല്ലാ വിദ്യാർത്ഥികൾക്കും FTCPയുടെ മറ്റൊരു തിയറി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ പരിശോധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. വിൻഡോസ് 2016 സെർവർ OS എങ്ങനെ ഒരു കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ വിൻഡോസ് 2016 സെർവർ OSൻ്റെ ഇൻസ്റ്റലേഷൻ നമുക്ക് പരിചയപ്പെടാം. വിൻഡോസ് സെർവർ 2016 എഡിഷൻ പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത്. എസെൻഷ്യൽസ്, സ്റ്റാൻഡേർഡ്, ഡാറ്റാ സെൻറ്റർ എന്നിങ്ങനെയാണ് ആ 3 വിൻഡോസ് സെർവർ 2016 എഡിഷനുകൾ. ഇവയിൽ നിന്ന് നമുക്ക് ആവശ്യമനുസരിച്ച് വിൻഡോസ് സെർവർ 2016 എഡിഷൻ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ വിൻഡോസ് സെർവർ 2016 എസെൻഷ്യൽസ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ബിസിനസ്സുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സെർവർ OS ആണ്. അതായത് 25 യൂസേഴ്സ് വരെയുള്ള സിസ്റ്റങ്ങൾക്ക്, അതായത് ഗ്രൂപ്പ് ഓഫ് PCs ആയിരിക്കാം. അതുപോലെ 50 ഡിവൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് PC ഉൾപ്പെടെയുള്ള പിന്നെ മറ്റ് പെരിഫറൽ ഡിവൈസസുകൾ ഉൾപ്പെടെ 50 ഡിവൈസുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നമുക്ക് ഈ വിൻഡോസ് സെർവർ 2016 എസെൻഷ്യൽസ് ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇതിനുള്ളൊരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെർച്വലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പം വെർച്വലൈസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെർച്വലൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന പോലെ വെർച്വൽ വെർഷൻ ഓഫ് സംതിങ്, അതായത് ഏതെങ്കിലും ഒന്നിൻ്റെ വെർച്വൽ രൂപം. ഉദാഹരണത്തിന്, അതായത് യഥാർത്ഥത്തിലില്ല പക്ഷേ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വെർച്വൽ കമ്പ്യൂട്ടർ ആവാം, ഹാർഡ്വെയർ പ്ലാറ്റ്ഫോം ആവാം, സ്റ്റോറേജ് ആകാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് റിസോഴ്സസ്. ഇപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിനുള്ളിൽ തന്നെ നമുക്കൊരു നെറ്റ്വർക്കിനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കാം. ഇതിൻ്റെ സ്വിച്ചും ഹബ്ബും ഒക്കെ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഒരു നെറ്റ്വർക്കിനുള്ള സംവിധാനം നമുക്ക് വെർച്വലായിട്ട് നമുക്ക് ഒരു ഹാർഡ്വെയർ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ വെർച്വലൈസേഷൻ എന്ന് പറയുന്ന സംവിധാനം നമുക്ക് വിൻഡോസ് സെർവർ 2016 എസെൻഷ്യൽസ് എന്ന് പറയുന്ന വിൻഡോസ് സെർവർ 2016 എസെൻഷ്യൽസ് എന്ന് പറയുന്ന ഈ OS എഡിഷനിൽ ലഭ്യമല്ല. അടുത്തതായി വിൻഡോസ് സെർവർ 2016 സ്റ്റാൻഡേർഡ് ആണ്. അത് ഉപയോഗിക്കുന്ന ഇതുപോലെ നമ്മൾ നേരത്തെ എസെൻഷ്യൽസ് ഉപയോഗിച്ചിരുന്ന ചെറിയ ബിസിനസ് സംരംഭങ്ങൾക്ക്, ചെറിയ സ്ഥാപനങ്ങൾക്ക് ആയിരുന്നുവെങ്കിൽ ഇത് അതായത് സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്നത് നോർമലി സ്റ്റാൻഡേർഡാണ് നോർമലി കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്. ഇത് നമുക്ക് വെർച്വലൈസേഷൻ ആവശ്യമായിട്ടുള്ള, അതായത് 2 വെർച്വൽ മെഷീൻസ് വരെ നമുക്ക് സാധ്യമാണ്. വെർച്വലൈസേഷൻ എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾക്ക്, അതായത് അപ്പോൾ തീർച്ചയായും 25 യൂസേഴ്സിൽ കൂടുതലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കമ്പനികളാകുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് വിൻഡോസ് സെർവർ 2016 സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന വിൻഡോസ് സെർവർ OS ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ വിൻഡോസ് സെർവർ 2016 ആ എഡിഷൻ ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. അടുത്ത വിൻഡോസ് സെർവർ 2016 ഡാറ്റാ സെൻറ്റർ ഉണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ കമ്പനീസിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരുപാട് നിരവധി യൂസേഴ്സുള്ള ഒരു ഓരോ കമ്പനികളിലും നമുക്ക് വിൻഡോസ് സെർവർ 2016 ഡാറ്റാ സെൻറ്റർ ഉപയോഗിക്കാം. അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞതിൽ 2016 സ്റ്റാൻഡേർഡിൽ 2 വെർച്വൽ മെഷീൻസ് ആയിരുന്നു സാധ്യമായിട്ടുള്ളത് എങ്കിൽ ഇവിടെ മോർ ദാൻ 2 വെർച്വൽ മെഷീൻസ് പോസിബിൾ ആണ്. അത് ശരിക്കും അൺലിമിറ്റഡ് എന്നുള്ള രീതിയിൽ ആണ് അത് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് മോർ ദാൻ 2 കൂടുതൽ വെർച്വൽ മെഷീൻസ് പോസിബിൾ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ആവശ്യമനുസരിച്ച് ഏതാണ് കസ്റ്റമറിൻ്റെ അതായത് നമ്മുടെ സേവനം ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്താണ് ഏത് വിൻഡോസ് സെർവറിൻ്റെ എഡിഷനാണ് ആവശ്യമുള്ളത് എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ആ സെർവർ OS ഇൻസ്റ്റാൾ ചെയ്ത് നൽകുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ സ്യൂട്ടബിളായുള്ള എഡിഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഏത് എഡിഷനാണ് വേണ്ടുന്നത് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ജോലി അല്ലെങ്കിൽ ടാസ്ക് എന്ന് പറയുന്നത്. അത് ശരിയായിട്ടുള്ള വിൻഡോസ് സെർവർ 2016 എഡിഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് ഈ സോഫ്റ്റ്വെയർ എവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ സോഫ്റ്റ്വെയർ എവിടെ നിന്ന് കിട്ടും? ഇത് നമുക്ക് സാധാരണ
ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു സംശയമുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് ശരിയായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സംസ്കാരം അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഇവാലുവേഷൻ പാക്ക് എന്ന് പറയുന്ന ഇവാലുവേഷൻ പാക്ക്, അതായത് നമുക്കിതിനെ ഉപയോഗിച്ച് നോക്കാനുള്ള ഒരു അവസരം വിൻഡോസ് തരുന്നുണ്ട്. അതായത് വിൻഡോസ് www.microsoft.com എന്ന് പറയുന്ന ഈ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ വിൻഡോസ് സെർവർ പ്രോഡക്ട്സ് ആൻഡ് റിസോഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടാബിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ലിങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ISO ഫയൽ കിട്ടും. ഈ ISO ഫയൽ എന്ന് പറയുന്നത് എന്താണ്? അതിനെ നമുക്കൊരു ISO ഇമേജ് എന്നൊക്കെ പറയാം. ഒരു നോർമലി പറയുന്ന ISO ഇമേജ് ഫയലാണ്. അതായത് നമ്മളിപ്പം ഈ OS വരുന്ന CD അല്ലെങ്കിൽ DVD, ഓക്കെ, നോർമലി അത് DVDയിലായിരിക്കും വരുന്നത്. അപ്പം അതിനകത്ത് എങ്ങനെയാണോ ഈ ഫയൽ ഉണ്ടാവുക, അതിൻ്റെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്പ് അല്ലെങ്കിൽ ഏത് തരം ഫയലായിട്ടായിരിക്കും ആ CD അല്ലെങ്കിൽ DVDയിൽ ഉണ്ടാവുക, അതേ രീതിയിലുള്ള ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാതെ എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ മൈക്രോസോഫ്റ്റ് നമുക്ക് നൽകുന്നത്. അവിടുന്ന് നമുക്ക് ഇവാലുവേഷൻ പാക്ക്, അതായത് നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ലിമിറ്റഡ് പീരീഡിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ISO ഫയൽ നമുക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ സോഫ്റ്റ്വെയർ ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് സൈറ്റിലേക്ക് പോകാം. ഇവിടെ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇവാലുവേഷൻ കോപ്പി ഡൗൺലോഡ് ചെയ്തെടുക്കാം. വിൻഡോസ് സെർവർ 2016 ഇവാലുവേഷൻ കോപ്പി ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡ്രസ്സ്. നിങ്ങൾക്ക് ഈ അഡ്രസ്സ് കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഈ വിൻഡോസ് സെർവർ 2016 ഇവാലുവേഷൻ കോപ്പി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൈറ്റിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ഈ സൈറ്റിലേക്ക് വന്നിട്ട് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ഈ പേജിൽ വന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ വിൻഡോസിൻ്റെ നിരവധി സോഫ്റ്റ്വെയർസ് പ്രോഡക്ട്സ് ഒക്കെ അവിടെ കിട്ടും. ഇതിൽ വിൻഡോസ് സെർവർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വിൻഡോസ് സെർവർ എന്നുള്ളതിൽ നമുക്ക് വിൻഡോസ് സെർവർ 2016 കാണുന്നില്ല. അപ്പോൾ നമുക്ക് വ്യൂ ആൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ കറസ്പോണ്ടിങ് സെർവർ ടാബിലേക്ക് പോകാം. അവിടെ നമുക്ക് വിൻഡോസ് സെർവർ 2016 കാണാം. അത് എക്സ്പാൻഡ് ചെയ്താൽ പ്ലസ് എന്ന് പറയുന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യും. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സാണ്. നമ്മൾ വെർച്വൽ ലാബാണോ, ISO ആണോ, ആസ്യൂർ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം ISO ആണ്. അപ്പോൾ ISO സെലക്ട് ചെയ്യുക, നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, നമ്മുടെ പേര് കൊടുക്കുക, ഫസ്റ്റ് പേരിൻ്റെ ആദ്യം കൊടുക്കുക, പേരിൻ്റെ രണ്ടാമത്തെ ഭാഗം കൊടുക്കുക, നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് കൊടുക്കുക. അടുത്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ കമ്പനിയിൽ എത്ര പേരുണ്ട്, നമ്മൾ 10 to 24 കൊടുത്തു. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം മിനിമം യൂസേഴ്സ് 25 ആണ്. അപ്പോൾ നമുക്ക് ഡിപ്പെൻസ്, അതിനനുസരിച്ച് കൊടുക്കാം, അത് പ്രശ്നമൊന്നുമില്ല. ഇപ്പം നമുക്ക് ഇവിടെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളത് ഇഷ്ടമുള്ളത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോബ് ടൈറ്റിൽ എന്നുള്ളത് ഇഷ്ടമുള്ളത് കൊടുക്കാം. സ്റ്റുഡൻ്റ് എന്നുള്ളൊരു കാറ്റഗറിയിൽ ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ സ്കൂളിൻ്റെ മെയിൽ ID കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൻ്റെ മെയിൽ ID അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മെയിൽ ID കൊടുത്ത് അത് ഫോം കംപ്ലീറ്റ് ആക്കുക. ഫോൺ നമ്പർ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ കൊടുക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിലെ ഫോൺ നമ്പർ കൊടുത്തേക്കാണ്. അപ്പോൾ ഏതെങ്കിലും വാലിഡ് ആയിട്ടുള്ളൊരു ഫോൺ നമ്പർ കൊടുക്കുക. അടുത്ത കൺട്രി റീജിയൺ എന്ന് വരുന്ന സ്ഥലത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൺട്രി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു ക്ലിക്ക് ചെയ്യുക. എന്നുള്ള ഒരു കണ്ടീഷൻ, ടേംസ് ആൻഡ് കണ്ടീഷൻ ഓൾറെഡി എന്ന് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമുക്കിതിവിടെ ഡൗൺലോഡ്, നമുക്ക് വേണ്ടുന്ന ലാംഗ്വേജാണ് അവിടെ ചോദിച്ചത്. ആ ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് ചൂസ് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നോർമലി നമ്മൾ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുന്ന രീതിയിൽ ബ്രൗസറിൻ്റെ ഡൗൺലോഡ് ഫോൾഡറിലേക്ക് ഇത് ഡൗൺലോഡ് ചെയ്യും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ISO ഫയൽ DVDയിലേക്ക് റൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ അത് പെൻ ഡ്രൈവിലേക്കാക്കി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത് വരുന്ന സ്ലൈഡുകളിൽ പറയാം. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് മിനിമം സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ഫോർ വിൻഡോസ് സെർവർ 2016. അതായത് ഈ വിൻഡോസ് സെർവർ 2016 എന്ന OS ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ റിക്വയർമെൻ്റ് ആണ് വേണ്ടുന്നതെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രോസസ്സർ എന്ന് പറയുന്നത് മിനിമം 1.4 GHz സ്പീഡുള്ള 64-bit പ്രോസസ്സറായിരിക്കണം ഈ OS ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വേണ്ടുന്നത്. അടുത്തതായിട്ട് RAM
2 GB ഫോർ ഡെസ്ക്ടോപ്പ് എക്സ്പീരിയൻസ് ഇൻസ്റ്റലേഷൻ. അതായത് 2 GB റാമാണ് നമുക്ക് വേണ്ടുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 GB എന്നുള്ളത് പറഞ്ഞത്. 512 MB റാം ഉള്ള പി സികളിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഡെസ്ക്ടോപ്പ് എക്സ്പീരിയൻസ് കിട്ടത്തില്ല. അതായത് നമ്മളീ കാണുന്ന പോലെ നോർമലി പി സികളിൽ കാണുന്നതോടുള്ള ഐക്കൺസും വിൻഡോസും ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം, സ്മോളസ്റ്റ് ഫോം ഓഫ് വിൻഡോ ആണ് നമ്മുടെ ഐക്കൺ എന്ന് പറയുന്നത്. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് വിൻഡോസ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ നോർമലി ഇങ്ങനൊരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് സിസ്റ്റമാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. അതല്ല, നമ്മുടെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ്, അതായത് കമാൻഡുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പി സികൾ മാനേജ് ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 512 MB മതിയാകും. അപ്പോൾ നമ്മളിവിടെ ഡെസ്ക്ടോപ്പ് എക്സ്പീരിയൻസ് ഇൻസ്റ്റലേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് റാമിൻ്റെ ആവശ്യകത 2 GB എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മിനിമം റിക്വയർമെൻറ്റ് 512 MB ആണ്. പക്ഷേ നമുക്ക് അതിൽ ഡെസ്ക്ടോപ്പ് എക്സ്പീരിയൻസ് കിട്ടത്തില്ല. ഡെസ്ക്ടോപ്പ് നമ്മുടെ ഈ ഐക്കൺസും വിൻഡോസും ഒന്നും നമുക്കവിടെ കിട്ടില്ല. അതായത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് അവിടെ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ റാം 2 GB വേണം. പിന്നെ നമ്മുടെ ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ ഹാർഡ് ഡ്രൈവിൽ ഡിസ്ക് സ്പേസ് ആവശ്യമായിട്ടുള്ളത് 32 GB ആണ്. അപ്പോൾ സാധാരണ രീതിയിൽ 80 മുതൽ 100 GB വരെ ഡിസ്ക് സ്പേസ് ഉള്ള ഒരു ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. കാര്യം ഈ OS പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ അങ്ങനെ ഒരു പി സി ആയിരിക്കും നല്ലത്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പി സിയിൽ ഇഥർനെറ്റ് കേപ്പബിലിറ്റി ഉണ്ട്. നിങ്ങൾക്കറിയാം, നെറ്റ്വർക്കിങ്ങിൻ്റെ ഏറ്റവും വളരെ അടിസ്ഥാനമായിട്ടുള്ള ഒരാവശ്യകതയാണ് ഇഥർനെറ്റ് കേപ്പബിലിറ്റി. അപ്പോൾ ഇഥർനെറ്റ് കേബിൾ കണക്ട് ചെയ്യുന്നത് നമുക്ക് RJ45 കേബിൾ ഉപയോഗിച്ച് നമ്മൾ ആ ഇഥർനെറ്റ് ജാക്ക് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്ന ആ സ്ലോട്ടൊക്കെ നിങ്ങൾക്ക് അറിയാം. മദർ ബോർഡിലെ പോർട്ടുകളും ഒക്കെ പഠിക്കുമ്പോൾ അത് പഠിക്കുന്നതാണ്. അപ്പോൾ ഇഥർനെറ്റ് കേപ്പബിലിറ്റി കൊണ്ടാണ്. കാര്യം ഇത് നെറ്റ്വർക്ക് OS ആണ്. അപ്പോൾ നെറ്റ്വർക്ക് ചെയ്യുക എന്നുള്ളൊരു അടിസ്ഥാന ആവശ്യമാണ് അവിടെ ഇഥർനെറ്റ് കേപ്പബിലിറ്റി ആയിട്ട് പറയുന്നത്. പിന്നെ UEFI 2.3.1C ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമായി. അതായത് ഇതിൻ്റെ ഫേംവെയർ സെക്യൂർ ബൂട്ടിങ്ങിനെയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഫേംവെയർ എന്ന് വെച്ചാൽ നോർമലി അറിയാം, നമ്മുടെ ബയോസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതായത് ഒരു ഹാർഡ്വെയറിൽ അല്ലെങ്കിൽ ഒരു ചിപ്പിൽ ഒരു സോഫ്റ്റ്വെയർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ ഫേംവെയർ എന്ന് നോർമലി പറയുന്നത്. അപ്പം നമ്മുടെ ബയോസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ ഒരു സങ്കേതമാണത്. അപ്പോൾ ഇതിൽ യൂണിഫൈഡ് എക്സ്റ്റൻസിബിൾ ഫേംവെയർ ഇൻ്റർഫേസ് എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ് UEFI എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് പ്ലാറ്റ്ഫോം ഫേംവെയർ. അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷനാണ്, ഒരു പ്രത്യേകതരം സ്പെസിഫിക്കേഷനാണ് UEFI എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഈ UEFI നിങ്ങൾ ആ ബയോസിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പ്രത്യേക കീ പ്രസ് ചെയ്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്ന സമയത്ത് ബയോസിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഈ UEFI എനേബിൾഡ് ആണോ എന്ന് അറിയാൻ പറ്റും. മോഡേൺ കമ്പ്യൂട്ടേഴ്സിലെല്ലാം ഞാൻ ഈ അതർ റിക്വയർമെൻറ്റ്സ് പറഞ്ഞ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ 2016 സെർവർ നിങ്ങളുടെ സ്കൂളിലുള്ള പി സികളിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് മിനിമം റിക്വയർമെൻറ്റ്. ഇതിൽ പ്രധാനമായിട്ട് ഓർത്തിരിക്കാനുള്ള പ്രോസസ്സറിൻ്റെ റിക്വയർമെൻറ്റ്, റാം റിക്വയർമെൻറ്റ്, ഡിസ്ക് സ്പേസ് ആണ്. മറ്റേ നിങ്ങൾക്കറിയാം അതർ റിക്വയർമെൻറ്റ്സിനകത്ത് നിങ്ങൾ UEFIയും ഈ ഇഥർനെറ്റ് എന്ന് ഓർത്തിരിക്കുക. കാര്യം ഇഥർനെറ്റ് എന്ന് പറയുന്നത് അതർ റിക്വയർമെൻറ്റ്സ് അത് വേറെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇഥർനെറ്റ് കേപ്പബിലിറ്റി, UEFI 2.3.1 ഓർത്തിരുന്നില്ലെങ്കിൽ UEFI എന്ന് പറയുന്ന അത് ഓർത്തിരിക്കുക. അതിൻ്റെ ചിലപ്പം 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. UEFI എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിഫൈഡ് എക്സ്റ്റൻസിബിൾ ഫേംവെയർ ഇൻ്റർഫേസ്, അത് പഠിച്ചിരിക്കുക. 1-2 മാർക്ക് ചിലപ്പോൾ അത് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചേക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് വിൻഡോസ് സെർവർ 2016 നിങ്ങളുടെ പി സിയിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ആ പി സിക്ക് വേണ്ടുന്ന മിനിമം റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായിട്ട് നമുക്കിത് എങ്ങനെ നമ്മുടെ പി സിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ്വെയർ നമ്മൾ കിട്ടിയ അല്ലേ, നമ്മൾ സൈറ്റിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഒരു ISO ഫയലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് 2 രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അതായത് നമുക്ക് ഈ ISO ഫയലിനെ ഒരു DVDയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് DVDയിലേക്ക് കോപ്പി ചെയ്ത് ആ DVDയെ നമുക്ക് ബൂട്ടബിൾ ഡിസ്ക് ആക്കിയിട്ട് നമുക്ക് DVD ഡ്രൈവ് ഉപയോഗിച്ച് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ ISO ഫയലിനെ ഒരു USB-യിലേക്ക് കോപ്പി ചെയ്യാം. അപ്പം നമുക്ക് USB-യിലേക്ക് കോപ്പി ചെയ്യുമ്പം ഞാനിവിടെ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ, ആ പടത്തിൽ RUFUS റഫ്യൂസ് അല്ലേ, റൂഫസ് നമുക്ക് അങ്ങനെ പറയാം, റഫ്യൂസ് അല്ല, റൂഫസ്
3.0 എന്ന് പറയുമ്പോൾ റൂഫസ്. ഓക്കെ, റൂഫസ് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മളൊരു ബൂട്ടബിൾ എന്തുണ്ടാക്കിയിരിക്കുകയാണ്, USB ഡ്രൈവ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ ഏതെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു USB സ്റ്റിക്കിനെ അല്ലെങ്കിൽ പെൻ ഡ്രൈവിനെ എന്താക്കി മാറ്റാം, നമുക്ക് ബൂട്ടബിൾ ആക്കി മാറ്റാം, അല്ലെങ്കിൽ USB ഇൻസ്റ്റലേഷൻ മീഡിയ എന്ന് പറയാം. അങ്ങനെ നമ്മളൊരു ISO ഫയൽ കോപ്പി ചെയ്ത് ഈ ഹാർഡ് ഡിസ്കിൽ പെൻ ഡ്രൈവിലേക്ക് ഹാർഡ് ഡിസ്കല്ല പെൻ ഡ്രൈവിലേക്ക് ആക്കി കഴിഞ്ഞാൽ അതിനെ USB ഇൻസ്റ്റലേഷൻ മീഡിയ എന്നാണ് വിളിക്കുന്നത്. അത്തരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റൂഫസിൻ്റെ USB ക്രിയേറ്റർ യൂട്ടിലിറ്റി അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വിൻഡോസ് സെർവർ 2016 ൻ്റെ ഇൻസ്റ്റലേഷൻ മീഡിയ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ USB നമ്മുടെ PC-യിലേക്ക് കുത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുത്തി എന്ന് പറയുന്നത് ശരിയായ യൂസേജ് അല്ല, കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യാം, വിൻഡോസ് സെർവർ 2016 ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബൂട്ടബിൾ ഡിസ്ക്കാണ്, USB ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പറഞ്ഞ റൂഫസ് എന്ന് പറയുന്ന ആ ഒരു പാക്കേജ് യൂസ് ചെയ്തിട്ട് നമുക്കത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ബൂട്ടബിൾ മീഡിയ ഉണ്ടാക്കാം. ബൂട്ടബിൾ ഡിസ്ക് ആണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ചെറിയ DVD-യിൽ, അതായത് നമ്മൾ നോർമലി ഉള്ള DVD എന്ന് പറയുന്നത് എന്താണ്, സിംഗിൾ ലെയർ ഡിസ്ക്കാണ്. അതിനകത്ത് 4.7 GB വരെ നമുക്ക് നമ്മൾ അതിനുള്ള സൈസ് അത്രയേ ഉള്ളൂ. അതിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഫയലിൻ്റെ സൈസ് 4.7 GB താഴെ ആയിരിക്കണം. പക്ഷേ നമ്മുടെ ഈ OS എന്ന് പറയുന്നത് ഏകദേശം 4.7 GB മുകളിലാണ്. അതായത് 8.5 GB ഒരു DVD ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ നമ്മുടെ ഈ OS അതിൽ കോപ്പി ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിന് ആ OS-നെ ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 8.5 GB വരെയുള്ള ഒരു ഡ്യുവൽ ലെയർ DVD റൈറ്റബിൾ ഡിസ്ക് വേണ്ടി വരും. റീറൈറ്റബിൾ ഡിസ്ക്, അതാണ് DVD+R എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പം റീറൈറ്റബിൾ ആയിട്ടുള്ള ഒരു ഡ്യുവൽ ലെയർ ഡിസ്ക് വേണ്ടി വരും, DVD ഡിസ്ക് വേണ്ടി വരും. അപ്പം നമുക്ക് സാധാരണ DVD-യിൽ ഈ OS കോപ്പി ചെയ്യാൻ പറ്റില്ല, ശ്രദ്ധിക്കുക. അപ്പം ഡ്യുവൽ ലെയർ ആയിരിക്കണം നമ്മുടെ DVD, അത്രയും ഓർത്തിരുന്നാൽ മതി. ഡ്യുവൽ ലെയർ DVയുടെ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8.5 GB ആണ്. നോർമൽ DVDയുടെ സൈസ് നിങ്ങൾക്കറിയാം 4.7 GB. നിങ്ങൾ നോർമൽ DVD കണ്ടുണ്ടാവും, അതിൻ്റെ പുറത്ത് ഈ സൈസ് എഴുതി വെച്ചിട്ടുണ്ടാവും 4.7 GB. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് ഡ്യുവൽ ലെയർ DVD ആണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. അതിൻ്റെ സൈസ് എത്ര എന്നുള്ളതാണ് 8.5 GB. ഓക്കെ, ഇനി അടുത്ത നമ്മളിത് ബൂട്ടബിൾ DVD-യോ അല്ലെങ്കിൽ പെൻഡ്രൈവോ ഒക്കെ നമ്മൾ ഇൻസ്റ്റലേഷൻ മീഡിയ ആയിട്ട് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ട കാര്യമില്ല. കാര്യം നിങ്ങൾ ഓൾറെഡി OS-കളെല്ലാം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ അതേ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻസ്റ്റലേഷൻ മീഡിയ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൽ പോയിട്ട് ഇൻസ്റ്റലേഷൻ മീഡിയ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഇൻസ്റ്റാൾ ചെയ്യാൻ, നിങ്ങൾ ഏതിൽ നിന്നാണോ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ DVD ആണെങ്കിൽ DVD, പെൻഡ്രൈവ് ആണെങ്കിൽ പെൻഡ്രൈവ്, ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഡ്രൈവ് ചൂസ് ചെയ്യുക. എന്നിട്ട് ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ഒരു വിൻഡോ ആണ്, അപ്പിയർ ചെയ്യുന്ന മെസ്സേജാണ് ഇവിടെ കാണുന്നത്. ഇതിൽ നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. നമ്മുടെ ടൈം ആൻഡ് കറൻസി, ഇവിടെ US ആണ്, ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ടൈം ആൻഡ് കറൻസി ഫോർമാറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ത്യ റുപ്പി എന്നുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ കീബോർഡ് ഓർ ഇൻപുട്ട് മെത്തേഡ് US ആണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് എന്നുള്ളത് ചൂസ് ചെയ്യാം. നോർമലി US ആണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത മെസ്സേജ് അല്ലെങ്കിൽ അപ്പിയർ ചെയ്യുന്ന വിൻഡോ എന്ന് പറയുന്നത് വിൻഡോസ് സെറ്റപ്പ് എന്ന് പറയുന്ന ആ ഒരു സ്ക്രീനാണ്. അവിടെ ഇൻസ്റ്റാൾ നൗ എന്നുള്ളതാണ്, ആ ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നോർമലി ഒരു OS ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആ OS-ന് എന്തെങ്കിലും പ്രശ്നമുള്ള സമയങ്ങളിൽ നമുക്ക് ഇടത് സൈഡിൽ താഴെയായിട്ട് കാണാം റിപ്പയർ യുവർ കമ്പ്യൂട്ടർ. അവിടെ അപ്പോൾ കീബോർഡിൽ 6 എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ടുള്ള വിൻഡോസ് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ നൗ എന്നുള്ള ബട്ടൺ നമ്മൾ അമർത്തി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് നമുക്കറിയാം, നമ്മൾ നേരത്തെ ഒരു സ്റ്റാൻഡേർഡ് എഡിഷൻ, പിന്നെ നമ്മൾ ഡാറ്റാ സെൻറ്റർ എഡിഷനൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഏതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വിൻഡോസ് സെർവർ 2016 സ്റ്റാൻഡേർഡ് ഡെസ്ക്ടോപ്പ്
എക്സ്പീരിയൻസ് അതാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ അത് ഓരോ എഡിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞു. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് വിൻഡോസ് സെർവർ 2016 സ്റ്റാൻഡേർഡ് എഡിഷനാണ്. അതിൻ്റെ ഡെസ്ക്ടോപ്പ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ആ ഒരു വെർഷനാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാം ഡാറ്റാ സെൻറ്റർ ഉണ്ട്. ഡാറ്റാ സെൻറ്റർ എസെൻഷ്യൽ എന്ന് പറയുന്ന എഡിഷൻ ഇവിടെ ഇല്ല. അപ്പോൾ ഡാറ്റാ സെൻറ്റർ എഡിഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡാറ്റാ സെൻറ്ററും സ്റ്റാൻഡേർഡിനും ഇടയിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് വിൻഡോസ് സെർവർ 2016 സ്റ്റാൻഡേർഡ് ഡെസ്ക്ടോപ്പ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ആ ഒരു എഡിഷനാണ്. അത് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ന് പറയാം, താഴെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ അമർത്തിയിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് അല്ലെങ്കിൽ GUI വെച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നമ്മൾ നോർമലി ഡെസ്ക്ടോപ്പിലുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എഡിഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്കിതിന് ലൈസൻസിങ് എന്ന് പറയുന്നത്, ഒരു സോഫ്റ്റ്വെയർ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ലൈസൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ ലൈസൻസ് നോർമലി ഒരു ആൽഫാ ന്യൂമറിക് ഒരു കീ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്, ലൈസൻസ് കോഡ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സോഫ്റ്റ്വെയർ എങ്ങനെ യൂസ് ചെയ്യാം, അതിൻ്റെയൊക്കെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നോർമലി ഇത് ഇവിടെ ഈ കാണുന്ന ഐ അക്സെപ്റ്റ് ദ ലൈസൻസ് ടേംസ് എന്നുള്ളത് നിങ്ങൾ ടിക്ക് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാര്യം അവർ ഇതൊരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. അപ്പം അവരുടെ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് അനുസരിച്ചായിരിക്കും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവാലുവേഷൻ വെർഷൻ ആകുമ്പോൾ നമുക്ക് ഇത് ഇത്ര ദിവസത്തേക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ആ ടേംസ്, ആ ലൈസൻസ് നമ്മൾ പൂർണ്ണമായിട്ട് വായിച്ച് നോക്കിയാൽ ആ ടേംസ് ഒക്കെ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഐ അക്സെപ്റ്റ് ദ ലൈസൻസ് ടേംസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചെക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് മുന്നിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റിൽ നമ്മൾ അടുത്തായിട്ട് വരുന്നത് എന്താണ്, നമ്മളിവിടെ കസ്റ്റം ഇൻസ്റ്റോൾ എന്ന് പറയുന്ന, അതായത് ഇൻസ്റ്റോൾ വിൻഡോസ് ഒൺലി, അതായത് അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഇവിടെ കാണാമല്ലോ നിങ്ങൾക്ക്, ഇൻസ്റ്റോൾ വിൻഡോസ് ഒൺലി 2 ഓപ്ഷൻസ് കാണാം. അപ്ഗ്രേഡ് ഓപ്ഷൻ കാണാം. പിന്നെ അടുത്തത് ഇൻസ്റ്റോൾ വിൻഡോസ് ഓൺലി, അതായത് അഡ്വാൻസ്ഡ്. അപ്പം നമുക്ക് നോർമലി അപ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പം ഓൾറെഡി ഒരു വിൻഡോസിൻ്റെ വെർഷൻ, ഒരു എഡിഷൻ, അല്ലെങ്കിൽ വിൻഡോസിൻ്റെ നോർമലായിട്ടുള്ള ഒരു OS, ഒരു സ്റ്റാൻഡ് ലോൺ OS, നെറ്റ്വർക്ക് OS അല്ലാത്തൊരു OS ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് OSന് തന്നെ വേറൊരു വെർഷൻ അല്ലെങ്കിൽ എഡിഷൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, അതിൻ്റെ ഫയൽസ് സെറ്റിങ്സ് ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ഗ്രേഡ് കൊടുക്കാം. അതായത് ഒരു എഡിഷനിൽ നിന്നും അല്ലെങ്കിൽ ഒരു വെർഷനിൽ നിന്നും മറ്റൊരു വെർഷനിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു എഡിഷനിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ അപ്ഗ്രേഡ് ഉപയോഗിക്കാം. കസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ PC-യിൽ ഫ്രഷ് ആയിട്ട് ഇൻസ്റ്റലേഷൻ ആയിരിക്കും നടക്കുന്നത്. ഒരു ഫ്രഷ് ഇൻസ്റ്റലേഷൻ ആയിരിക്കും നടക്കുന്നത്. നമുക്ക് ഈ കസ്റ്റം ഇൻസ്റ്റലേഷൻ, അതായത് ഒരു ക്ലീൻ ഇൻസ്റ്റലേഷൻ, അതാണ് നമ്മൾ ഈ രണ്ടാമത്തെ ഓപ്ഷൻ കൊണ്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്ഗ്രേഡും എന്താണ് ഈ ക്ലീൻ ഇൻസ്റ്റോൾ അല്ലെങ്കിൽ കസ്റ്റം ഇൻസ്റ്റോളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഹാർഡ് ഡ്രൈവ് സെലക്ട് ചെയ്യാണ്ട്, ഹാർഡ് ഡ്രൈവ് അറിയാം, നമ്മൾ ഈ PC-യിൽ എന്താണ് നമ്മൾ ഹാർഡ് ഡിസ്കിലാണ് നമ്മൾ OS ഇൻസ്റ്റാൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ബൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെ എന്താണ്, ഹാർഡ് ഡിസ്കിൽ നിന്നും പ്രൈമറി മെമ്മറിയിലേക്ക് ഈ പിന്നെ OSൻ്റെ ഫയലുകൾ കോപ്പി ചെയ്യുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ മാറ്റപ്പെടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പം ബൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഹാർഡ് ഡിസ്കിൽ OS ഉണ്ടായിരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഹാർഡ് ഡ്രൈവിലേക്ക് എന്ത് ചെയ്യുന്നത്, OS ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹാർഡ് ഡിസ്കിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും, ഈ സ്ക്രീനിൽ കാണിക്കും. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, അവിടെ ഇപ്പം അൺഅലോക്കേറ്റഡ് സ്പേസ് ആണ്, അതായത് 60 GB നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഉപയോഗിച്ചിട്ടില്ല. ആ 60 GB നമുക്കിവിടെ ന്യൂ എന്ന് പറഞ്ഞിട്ട് ഉള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് പാർട്ടീഷൻസ് ആക്കി മാറ്റാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ 30720 ഡിഫോൾട്ടായിട്ട് വരുന്ന ഒരു ഫിഗറാണ്. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഡിഫോൾട്ടായിട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളിവിടെ ഒരു ഫുൾ ഫിഗർ കൊടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് പാർട്ടീഷൻ വരുമ്പോൾ ഒരു ഡിഫോൾട്ടായിട്ടൊരു ഫിഗർ ആയിരിക്കും അവിടെ വരുന്നത്. ബാക്കിയുള്ളതിൻ്റെ ഒരു പാർട്ടീഷൻ എന്താണ് സ്പേസ് ഡിഫോൾട്ടായിട്ട് അവിടെ വരും. എന്താണ് നമുക്ക് ആവശ്യമുള്ള ആ ഒരു സൈസ് കൊടുക്കുക, ഫോർമാറ്റ് ഒരു പാർട്ടീഷൻ്റെ സൈസ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് പാർട്ടീഷൻ ചെയ്യാൻ അറിയാം എന്ന് കരുതുന്നു.
കാര്യം നോർമൽ OS ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മളത് പാർട്ടീഷൻ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അടുത്തതായിട്ട് വരുന്ന എന്താണ്, ഈ ഫയലുകളെല്ലാം കോപ്പി ചെയ്യണം അല്ലേ, അതാണ്. അപ്പം വിൻഡോസ് സെറ്റപ്പിൻ്റെ അടുത്ത നോർമലി നമ്മൾ സാധാരണ OS ഇൻസ്റ്റാൾ ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ എല്ലാം. നമ്മുടെ എക്സ്റ്റേണൽ ഡ്രൈവിൽ നിന്നും ഇൻറ്റേർണൽ ഹാർഡ് ഡ്രൈവിലേക്ക് നമുക്ക് ഈ ഫയലുകളെല്ലാം കോപ്പി ചെയ്യണം. അപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും. നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി ഇരിക്കണം. ആ സമയത്ത് കീബോർഡിൽ ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും കളിച്ചുകൊണ്ടിരിക്കരുത്. അപ്പം കീബോർഡിൽ കീസ് ഒന്നും നമ്മൾ പ്രസ് ചെയ്യാൻ പാടില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് ഇത് കണ്ടുകൊണ്ടിരിക്കുക, വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ പല സമയങ്ങളിലും PC എന്ത് ചെയ്യും, റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും തകരാറ് പറ്റിയതാണോ എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാര്യം അതങ്ങനെയാണ്. പലതവണ അത് റീസ്റ്റാർട്ട് ആവും. ലാസ്റ്റ് കോപ്പിങ് ഒക്കെ കഴിയുമ്പോൾ അതെന്ത് ചെയ്യും, ഈ ഫിനിഷിങ് അപ്പ് എന്നുള്ള അവിടെയും ഒരു ഗ്രീൻ ടിക്ക് പ്രത്യക്ഷപ്പെടും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഫയലുകൾ കോപ്പി ചെയ്യുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ അടുത്തത് നമുക്കറിയാം. അടുത്തത് ഈ വിൻഡോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്, യൂസർ നെയിം പാസ്വേഡ് കൊടുക്കാനുള്ള ഒരു വിൻഡോ ആണ്. ഇതിന് മുകളിൽ കാണാം കസ്റ്റമൈസ് സെറ്റിങ്സ്. അതായത് നമ്മൾ സെറ്റിങ്സിന് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഡിഫോൾട്ടായിട്ട് നമുക്ക് യൂസർ നെയിം അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുമ്പോൾ സ്പെല്ലിങ് തെറ്റാതെ കൊടുക്കുക. അപ്പോൾ ഡിഫോൾട്ടായിട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കി വെച്ചേക്കുക. ADMINISTRATOR വളരെ നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു സ്പെല്ലിംഗാണ്, തെറ്റിക്കാൻ പാടില്ല. പാസ്വേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കോമ്പിനേഷൻ ഓഫ് ഒരു കോംപ്ലക്സ് പാസ്വേഡാണ് കൊടുക്കേണ്ടത്. അതായത് പെട്ടെന്ന് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ വിളിക്കുന്ന പേരോ അല്ലെങ്കിൽ കൂട്ടുകാർ വിളിക്കുന്ന പേരോ ഒന്നുമല്ല, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കണം. കാര്യം എന്താണ്, അത്രയും സെക്യൂരിറ്റി അതിന് വേണം. നമ്മളിതൊരു സെർവർ OS ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ OS എന്ന് പറയുന്നത് നമുക്കറിയാം, അതിന് സെക്യൂരിറ്റി ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ പാസ്വേഡ് കോംപ്ലക്സ് ആയിട്ടുള്ള, അതായത് നിങ്ങൾക്ക് ലോവർ കേസ് അപ്പർ കേസ്, അതായത് ഇപ്പം ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, പിന്നെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ അല്ലെങ്കിൽ സിമ്പിൾ, നമ്പറൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു പാസ്വേഡ് ഉണ്ടാകാം. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഈ പാസ്വേഡ് എന്താണെന്നുള്ള കാര്യം മറന്നു പോരുത്. കാര്യം നമുക്ക് പിന്നീട് ആ പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ളതും ബാക്കിയുള്ള ഇതിൻ്റെ സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതായത് ഇതിൻ്റെ ബാക്കിയുള്ള എന്ത് ചെയ്യണം, നമുക്ക് ഈ സെർവറിനെ നമുക്ക് ഈ വിൻഡോസ് 2016 സെർവർ OSനെ നമുക്ക് എന്ത് ചെയ്യണം, കോൺഫിഗർ ചെയ്യണം. പിന്നെ ഇത് യൂസ് ചെയ്യണം. എപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നു അപ്പോഴൊക്കെ നമുക്ക് ഈ പാസ്വേഡ് വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കും. പക്ഷേ എഴുതി വെക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് മാത്രം, നിങ്ങൾ കാണുന്ന മാത്രം സ്ഥലത്ത് പരമാവധി എഴുതി വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അത് പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാനോ ഒന്നും പാടില്ല. അപ്പം പാസ്വേഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, രഹസ്യമായിരിക്കണം. അടുത്ത് വരുന്ന സ്ക്രീൻ നമുക്കെല്ലാം പരിചിതമായിട്ടുള്ള സ്ക്രീനാണ്. ഈ സ്ക്രീനായിരിക്കും ഈ നമ്മൾ കസ്റ്റമൈസ് സെറ്റിങ്സ് കസ്റ്റമൈസ് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ലോഗിൻ സ്ക്രീൻ എന്ന് പറയുന്ന ഈ സ്ക്രീനാണ് വരുന്നത്. ഇവിടെ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണമെന്നുള്ളത്. ഇവിടെ കീബോർഡിലെ ആൾട്ട് ഡിലീറ്റ് കൺട്രോൾ ആൾട്ട് ഡിലീറ്റ് എന്നീ 3 കീകൾ ഒരുമിച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഇതിന് സമാനമായിട്ടുള്ള ഒരു വിൻഡോയിലേക്ക് പോകും. അതായത് യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാനുള്ള ഒരു വിൻഡോ പ്രത്യക്ഷപ്പെടും. അവിടെ നമ്മൾ നേരത്തെ സജ്ജമാക്കിയ യൂസർ നെയിമും അല്ലെങ്കിൽ യൂസർ IDയും പാസ്വേഡും നൽകി കഴിയുമ്പോൾ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയും ഇത്തരത്തിലൊരു വിൻഡോ ദൃശ്യമാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ഡെസ്ക്ടോപ്പിൽ കാണുന്ന വിൻഡോസിന് ഐക്കൺസ് അതിന് സമാനമായിട്ടുള്ള ഐക്കണുകളാണ്. ചെറിയ ചില വ്യത്യാസങ്ങളുണ്ടാകും. വലതുവശത്തായിട്ട് താഴെ നിങ്ങൾ ഏത് വിൻഡോസിൻ്റെ എഡിഷനാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്, വിൻഡോസ് സെർവർ 2016 ഏത് എഡിഷനാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണിക്കും. അതോടൊപ്പം ഇവാലുവേഷൻ എഡിഷൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇവാലുവേഷൻ കോപ്പി ആയതുകൊണ്ട് ഇനി എത്ര ദിവസം ബാക്കിയുണ്ട് ഇവാലുവേഷൻ കോപ്പിയുടെ കാലാവധി എന്നുള്ളതും കാണിക്കും. വിൻഡോസ് സെർവർ 2016 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിലൂടെ അറിയിക്കാവുന്നതാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി.